ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുട്ടപ്പെട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുട്ടയാണ്. അതേപോലെ തന്നെ വളരെ കുറച്ച് എണ്ണയിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇത് പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ. നമുക്ക് ഏത് മുട്ട വേണമെങ്കിലും ഇത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ മുട്ട ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്താ ഒരു ഭംഗിയില്ലേ. അപ്പോൾ നമുക്ക് ഇനി ഈ മുട്ടയൊക്കെ ചെറിയ പീസസ് ആയിട്ട് കണ്ടോ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം, സ്പൂൺ ഉപയോഗിച്ചിട്ടോ കത്തി ഉപയോഗിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നല്ല പോലെ ചൂടാകട്ടെ. ഇപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. സവോള ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിന് പകരമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതായാലും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ വഴന്ന് ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതേപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഈ പരിവാകുമ്പോൾ നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെന്താ ഫുള്ള് 1/4 ടീസ്പൂൺ എന്ന് വിചാരിക്കേണ്ട, അത്രയും നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിന് പച്ച മണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടാതെ നോക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞുപോയി മസാലയുടെ ടേസ്റ്റ് കംപ്ലീറ്റ് മാറിപ്പോവും. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയാണ്. ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഈ തക്കാളി മസാലയുടെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് മൂടി വെച്ചായാലും കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ടൊമാറ്റോ സോസ് ഒരു 1.5 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം കേട്ടോ. ഈ മസാലയുടെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മളിതിലോട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള കോഴിമുട്ടയുണ്ടല്ലോ, അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒത്തിരി വലിയ പീസസ് ഉണ്ടെങ്കിൽ ആ മുട്ടയൊക്കെ നമുക്ക് ഈ തവി കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഞ്ഞ് പീസസ് ആക്കി കൊടുക്കണേ. ഒത്തിരി വലിയ പീസസ് വേണ്ട. നമ്മുടെ ഇവിടെ കുറച്ച് വലിയ പീസുകളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഈ മസാല ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് നമുക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലോട്ട് 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ പാലായാലും ഉപയോഗിച്ച് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ആയാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇത് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വിസ്ക് ഒന്നും ഇല്ലാത്തവർ വേണമെങ്കിൽ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. കട്ടയൊന്നും തീരെ പാടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ ഇവിടെ ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. കണ്ടോ, ഇതേപോലെ ഇരിക്കും. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്കൊരു തവി അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ ഒരു ദോശ പോലെ നമ്മളൊന്ന് ചുട്ടെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അടിയിൽ പിടിക്കുന്ന പാത്രമൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ തൂക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നല്ലപോലെ വെന്ത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരിവാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. വളരെ കട്ടി കുറഞ്ഞ ഒരു ദോശ പോലെ ആയിരിക്കും കേട്ടോ ഇതിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്താൽ മതി, ഒത്തിരി മൊരിക്കൊന്നും വേണ്ട. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ചുട്ടെടുത്ത ഈ ദോശയുടെ ഉള്ളിലേക്ക് നടുവിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മസാല കുറച്ചൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം.
കൊടുക്കാം കേട്ടോ. ഇതേപോലെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒത്തിരി വേണ്ടവർക്ക് ഒത്തിരി ചേർത്ത് കൊടുക്കാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ 2 സൈഡ് ഇങ്ങനെ ഒന്ന് നമുക്ക് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി 2 ഭാഗവും കൂടെ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. ഇനി ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുത്തൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം ഒന്ന് മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഒരു മുട്ടപ്പെട്ടി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം കേട്ടോ. അതേപോലെ ദോശ ചുട്ടെടുത്ത് അതിൻ്റെ ഉള്ളിൽ മസാല ഫില്ല് ചെയ്തിട്ട് നമുക്ക് കണ്ടോ ഇത്ര എണ്ണം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഇത്തിരി എണ്ണയിൽ ഇതൊന്ന് മൊരിയിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എണ്ണ നല്ല പോലെ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി ചെറിയ തീയിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ എണ്ണ കുടിക്കും. ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറ്റേ സൈഡും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അമർത്തിയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതേ ഇതേപോലെ ഈ എണ്ണയിൽ ഇങ്ങനെ 2 സൈഡ് ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ സൈഡ് ഭാഗം അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ എല്ലാ സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ പാനിൽ നിന്ന് എടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ടപ്പെട്ടികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.